പാകിസ്ഥാൻ, തുർക്കി ഇവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ തന്നെ വളരെ മികച്ച സൗഹൃദ രാജ്യങ്ങൾ. ഇനി കാശ്മീർ അല്ലെങ്കിൽ ഇന്ത്യ എന്ന ടോപ്പിക് വരുമ്പോൾ പാകിസ്ഥാനും തുർക്കിയുമാണ് വളരെ സാഹോദര്യപരമായി ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇന്ത്യക്ക് എതിരെയുള്ള ഈ ടോപ്പിക്കിൽ ഒരുമിച്ച് നിൽക്കുന്ന രാജ്യങ്ങൾ. ഓപ്പറേഷൻ സിന്ധൂർ നടന്നവസാനിച്ചതിന് ശേഷം തുർക്കിക്ക് ഇതിൽ എന്ത് പങ്കുണ്ടായിരുന്നു എന്ന വാർത്ത എല്ലാം പുറത്തു വന്നിരുന്നു. എന്നാൽ അടുത്തിടെ ഒരു കാര്യം വൈറലാകാൻ തുടങ്ങി. തുർക്കിയിൽ നിന്നുള്ള 2 ഡ്രോൺ ഓപ്പറേറ്റേഴ്സിനെ ഏരിയൽ സ്ട്രൈക്കിലൂടെ ഇന്ത്യ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടാകാം. അതും പ്രത്യേകിച്ച് ഈ നൂർഖാൻ ബേസിൽ നടത്തിയ ഒരു ആക്രമണം. ആ ബേസിൽ വെച്ച് ഈ സംഭവം നടന്നിരിക്കാം എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. ഇപ്പോൾ തുർക്കി ഒരു നാറ്റോ രാജ്യമാണ്. അങ്ങനെയുള്ള ഒരു നാറ്റോ രാജ്യത്തിൽ ആരെങ്കിലും ആക്രമിക്കുകയാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിനെതിരെയുള്ള ഒരു സ്ട്രൈക്ക് ആരെങ്കിലും നടത്തിയാൽ അത് നാറ്റോയ്ക്കെതിരെയുള്ള ഒരു വാറായി തന്നെ കൺസിഡർ ചെയ്യും. എന്നാൽ ഇങ്ങനെ നാറ്റോയിലെ ഒരു രാജ്യം അവരുടെ ഡ്രോൺ ഓപ്പറേറ്റേഴ്സിനെയും അവരുടെ മിസൈലിനെയും കൊണ്ടുപോയി അവരുടെ സൗഹൃദ രാജ്യത്തിൽ നിർത്തുകയും ആ സൗഹൃദ രാജ്യത്തിൽ നിന്നും അവരുടെ ശത്രു രാജ്യത്തിനെതിരെ അത് പ്രയോഗിക്കുകയും ചെയ്താൽ അത് ആക്ട് ഓഫ് വാറായി വരുമോ ഇല്ലയോ? ഇതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. കൂടെ തന്നെ ചൈനയുടെ PL-15 മിസൈൽസ് ഇന്ത്യ ഇപ്പോൾ വിഭജിച്ച് തന്നെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം തായ്വാൻ ഇന്ത്യക്കൊരു വലിയ അഭ്യർത്ഥന നടത്തി. ദയവ് ചെയ്ത് ആ സ്പെയർ പാർട്സ് ഞങ്ങളുടെ പക്കൽ നൽകുക. അതിൽ എന്താണ് ഉള്ളത്? ചൈനയുടെ പക്കൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ മിസൈലിനെ കുറിച്ചുള്ള ഒരു പഠനം ഞങ്ങൾക്ക് അത്യാവശ്യമാണ് എന്ന് ഇന്ത്യയോട് ഒരു വലിയ റിക്വസ്റ്റ് നടത്തി. ഈ 2 കാര്യങ്ങളെക്കുറിച്ചും ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. തുർക്കി ഇന്ത്യയുമായി സൗഹൃദത്തിലാണ് എന്ന് കാണിക്കുന്ന ഒരു രാജ്യം. എന്നാൽ ഇന്ത്യക്ക് ഇവർ ഒരു സൗഹൃദ രാജ്യമേ അല്ല. 1970 മുതൽ തന്നെ തുർക്കിക്കും ഇന്ത്യക്കും ഇടയിൽ നിരവധി ഉഭയകക്ഷി വ്യാപാര കരാറുകൾ ഉണ്ടായിരുന്നു. ഒരു വർഷത്തിൽ ശരാശരി നോക്കിയാൽ ഇന്ത്യക്കും തുർക്കിക്കും ഇടയിൽ നടക്കുന്ന ട്രേഡ് മാത്രം ഏകദേശം 10 ബില്യൺ മുതൽ 12 ബില്യണോളം വരും. തുർക്കിയിൽ നിന്നും കൂടുതലായും ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾ മാർബിൾസ്, തുർക്കി ആപ്പിൾ, ഈ 2 പ്രോഡക്റ്റും കൂടുതലായും തുർക്കിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പകരം അവർ ഇന്ത്യയിൽ നിന്നും ഒരുപാട് വസ്തുക്കൾ, തുണിത്തരങ്ങൾ, മരുന്നുകൾ, പല ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ അളവിൽ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം. മാത്രമല്ല തുർക്കിക്ക് നമ്മൾ ചെയ്യുന്ന സഹായവും വളരെ അധികമാണ്. ഭൂകമ്പം കാരണം അവർ ബാധിക്കപ്പെട്ടപ്പോൾ ഓപ്പറേഷൻ തോസ്റ്റ് ആരംഭിക്കുകയും നമ്മുടെ ഡ്രോണുകൾ ഉപയോഗിച്ച് അവിടെയുള്ള ആളുകളെ രക്ഷിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങളും സഹായങ്ങളും ചെയ്തു. പക്ഷെ അവയൊന്നും തുർക്കി ഒരിക്കലും ഓർത്തു വയ്ക്കില്ല. കാരണം എത്ര തന്നെ നമ്മളൊരു പാമ്പിനെ പാല് കൊടുത്ത് വളർത്തിയാലും ഒരു ദിവസം അത് തിരിച്ചു കടിക്കുക തന്നെ ചെയ്യും. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ പാകിസ്ഥാന്റെ ഒരു ക്ലോസസ്റ്റ് അലയാണ്, ഒരു സഹോദരൻ പോലെ എന്ന് പറയാം. തുർക്കി, അസർബൈജാൻ, പാകിസ്ഥാൻ ഈ 3 രാജ്യങ്ങളും അവരുടെ തത്വങ്ങളിൽ എപ്പോഴും ഒരുമിച്ച് തന്നെ നിൽക്കും. അങ്ങനെയുള്ള തുർക്കി ഈ ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ ലോഞ്ച് ചെയ്തതിനു ശേഷം ഇന്ത്യയിൽ സ്ട്രൈക്ക് നടത്തുന്നതിന് 350-ലധികം ഡ്രോൺസ് ഒറ്റ ഷിപ്മെന്റിൽ തന്നെ പാകിസ്ഥാൻ നൽകിയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, യാതൊരു ബന്ധവുമില്ലാതെ തുർക്കിയുടെ കപ്പലുകൾ അങ്ങനെ അവിടെ വരില്ല. തുർക്കിയുടെ യുദ്ധവിമാനം അവിടെ വരുന്നു എന്നുണ്ടെങ്കിൽ അത് വെറും ഒരു ഗുഡ്വിൽ വിസിറ്റിന് വേണ്ടി മാത്രമല്ല വരുന്നത്. ആ യുദ്ധക്കപ്പലുകൾ വഴി അവിടെ 300-ലധികം ഡ്രോൺസ് പാകിസ്ഥാൻ സൈന്യത്തിന് വേണ്ടി സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോൺസ് അകത്തേക്ക് വരുന്നത് ഒരു വിഷയമല്ല, കാരണം ഇതിനു മുൻപ് പാകിസ്ഥാൻസ് അങ്ങനെയുള്ള ഡ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ സായുധ വകഭേദം അത് ഇതുവരെയും പാകിസ്ഥാന്റെ സൈന്യത്തിൽ ഉപയോഗിച്ചിട്ടേ ഇല്ലായിരുന്നു. അതും ഈ മെഷീൻ ഗൺ അറ്റാച്ച് ചെയ്തിട്ടുള്ള സൈക്കോ ഡ്രോൺസ്, ഇവയെല്ലാം പാകിസ്ഥാന്റെ സൈന്യത്തിന് ഒരല്പം പോലും പരിചയമില്ലാത്ത ഡ്രോണുകളായിരുന്നു. ഇവരിതൊക്കെ ലോഞ്ച് ചെയ്യുമ്പോഴും ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും നമുക്കിവിടെ മറ്റൊരു രാജ്യത്തെ ഉദാഹരണമായി എടുക്കാം. എങ്ങനെയാണോ നാറ്റോ മിസൈൽ ഓപ്പറേറ്റേഴ്സ് ഉക്രൈനിലിരുന്നു കൊണ്ട് തന്നെ ഉക്രൈൻ ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് നൽകുകയും നേരിട്ട് അവർ തന്നെ റഷ്യൻ പൊസിഷൻസിനെതിരെ ഈ മിസൈൽ ഡ്രോൺസ് എല്ലാം ലോഞ്ചും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഉക്രൈൻ വാറിൽ ചെയ്തുകൊണ്ടിരുന്നു. അതേ ഫോർമുലയാണ് ഇവിടെ പാകിസ്ഥാനും ചെയ്തത്. ഇന്ത്യക്കെതിരെ ഡ്രോൺസ് എല്ലാം ഫയർ ചെയ്തത് പാകിസ്ഥാൻ സൈന്യം മാത്രമല്ല, തുർക്കിയുടെ സൈന്യത്തിലുള്ള വ്യക്തികളും ഇവിടെ ഈ അകത്ത് ഡ്രോൺ ഓപ്പറേറ്റേഴ്സായി വരികയും ഇന്ത്യക്കെതിരെയുള്ള ഈ ഡ്രോൺസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റിപ്പീറ്റഡ് സ്ട്രൈക്കിൽ, അതായത് വീണ്ടും നമ്മൾ നൂർഖാൻ ബേസിൽ ആക്രമിച്ചപ്പോൾ ഇതിലുള്ള 2 പേർ കൊല്ലപ്പെട്ടുവെന്നും പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ ഒരു റിപ്പോർട്ട് വളരെ വലിയ സെൻസേഷനായി മാറിയിരിക്കുകയാണ്. കാരണം ഇതുവരെയും ഇന്ത്യ നടത്തിയ സ്ട്രൈക്കിൽ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിലെ തീവ്രവാദികളുമാണ്. ഏകദേശം ഒരു 100-160 പേരോളം കൊല്ലപ്പെട്ടിരിക്കാമെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അപ്പോൾ നാറ്റോ കൺട്രിയുടെ മിലിറ്ററി ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു വലിയ വാർത്തയാണ്. നാറ്റോ ആർട്ടിക്കിൾ 5 നമുക്കറിയാം. ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ എല്ലാ രാജ്യവും തിരികെ യുദ്ധത്തിന് പോകണം. അതാണ് നാറ്റോയുടെ ആർട്ടിക്കിൾ 5. എന്നാൽ ഈ തുർക്കി എന്ന രാജ്യം നാറ്റോയിലെ പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ്. അപ്പോൾ ഇവിടെ ആർട്ടിക്കിൾ 5 എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചാൽ,
ഇവരെ ആരെയെങ്കിലും ആക്രമിച്ചാൽ അത് ആക്ട് ഓഫ് വാറായി കൺസിഡർ ചെയ്യപ്പെടും. എന്നാൽ ഇവർ ആരെയെങ്കിലും വെച്ച് ആക്രമിക്കുകയാണ്, അല്ലെങ്കിൽ ഇവർ നേരിട്ട് അവിടെ ചെന്ന് ചില മിസൈൽസ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് അവിടെ ഒരല്പം പോലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇപ്പോൾ തുർക്കിക്കും ഇന്ത്യക്കും ഇടയിൽ നാളെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ പോലും പാകിസ്ഥാനെ അവിടെ ഒരു ബാറ്റിൽ ഫീൽഡാക്കി മാറ്റും. നേരിട്ട് അവരുടെ സൈനികർ അകത്തേക്ക് വന്ന് പാകിസ്ഥാൻ വഴി ഇന്ത്യ ആക്രമിച്ചാലും, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനിൽ വെച്ച് തുർക്കിയുടെ അത്രയും സൈനിക ഉദ്യോഗസ്ഥരെ കൊന്നാൽ പോലും അത് ആക്ട് ഓഫ് വാറായി മാറില്ല. ഇതാണ് നാറ്റോ ആർട്ടിക്കിൾ 5 ഇവിടെയുള്ളൊരു ലൂപ്പ് ഹോൾ. അതായത് നേരിട്ട് ഞാൻ ചെന്ന് ആക്രമിക്കുന്നതിന് പകരം മറ്റൊരു രാജ്യം വഴി നടത്തുന്ന ആക്രമണങ്ങൾ എല്ലാം അവിടെ വാറിനെ പ്രൊവോക്ക് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ളൊരു ബോണസ് പോയിന്റ്. അപ്പോൾ ഇത്രത്തോളം നമുക്ക് ഇവർ സഹായം ചെയ്യുന്നുണ്ടല്ലോ, ഇതിന് തിരികെ ഇന്ത്യ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? എനിക്കെതിരെ നിങ്ങൾ ഇത്രത്തോളം ഡ്രോൺസ് നൽകി സഹായിക്കുന്നു, കൂടാതെ കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേദനിക്കുന്ന രീതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവുകയുള്ളൂ. ഈ ഒരു രീതിയിൽ ഇന്ത്യ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ 2 പ്രധാനപ്പെട്ട കാര്യം ചെയ്തു. ഒന്നാമത്തേത്, തുർക്കിയുമായുള്ള ഒരുപാട് ട്രേഡ് എഗ്രിമെന്റ്സ് നമ്മൾ കട്ട് ചെയ്തു. രണ്ടാമത്തെ കാര്യം, തുർക്കിയുടെ ഒരുപാട് സ്റ്റാർട്ടപ്പ് ബിസിനസ് കമ്പനീസ് ഇന്ത്യയിലുണ്ട്. കാർഗോസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അവരുടെ എല്ലാം ലൈസൻസ് നമ്മൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇതിലൂടെ തുർക്കിക്ക് ഒരു വലിയ നഷ്ടം തന്നെ സംഭവിക്കും. തുർക്കിയുടെ ഡ്രോൺസിനെ ഇന്ത്യ ഡൗൺ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഇന്ത്യയുമായുള്ള ഒരു ടെൻഷൻസ് അവർക്കിടയിൽ അധികമായി തുടങ്ങിയപ്പോൾ കഴിഞ്ഞ 5 ദിവസത്തിൽ കണക്കെടുത്ത് നോക്കിയാൽ മാത്രം ഇന്ത്യയിൽ നിന്നുള്ള ഇമ്പോർട്ട്സ് എക്സ്പോർട്ട്സ് എല്ലാം 1.2 ബില്യണോളം കുറഞ്ഞിട്ടുണ്ട്. തുർക്കിക്ക് അത്ര വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് തുർക്കിക്ക് എവിടെ അടിച്ചാൽ വേദനിക്കുമോ അവിടെ തന്നെ നമ്മൾ അടിക്കാനും തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാൻ നമ്മെ കൊണ്ട് ആക്രമിക്കാൻ തീർച്ചയായും സാധിക്കും. ഡയറക്റ്റ് മിസൈൽ എറിയുക, അല്ലെങ്കിൽ നേരിട്ട് ഓപ്പറേഷൻസ് നടത്തി ആക്രമിക്കുക, അതൊക്കെ നമുക്ക് സാധിക്കും. പക്ഷെ ഇതുപോലെ അവരെ സഹായം ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒരു ആക്രമണം നടത്തണം, അവരെ വേദനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള രീതികൾ മാത്രമേ അവിടെ നടപ്പിലാവുകയുള്ളൂ. അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും നമുക്ക് അവിടെ യാതൊരു പ്രശ്നവും വരില്ല. അപ്പോൾ ഇവിടെ അർമേനിയയെ ഒന്ന് ആം ചെയ്താൽ മാത്രം മതി, അസർബൈജാൻ നമ്മെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 3 ബ്രദേഴ്സ്, നാറ്റോ മെമ്പർഷിപ്പ് ഉള്ള തുർക്കി ഇവിടെ ഇന്ത്യക്ക് എതിരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ കൗണ്ടർ ചെയ്യാനുള്ള എല്ലാ കൗണ്ടർ മെഷേഴ്സും നമ്മുടെ പക്കലുണ്ട്. ആ ഒരു രീതിയിലെല്ലാം തുർക്കിയെ നമ്മെ കൊണ്ട് ആക്രമിക്കാനും കഴിയും. അടുത്തത് PL-15 മിസൈൽസിനെ കുറിച്ചാണ്. PL-15 മിസൈൽസിനെ സംബന്ധിച്ച് ലോകത്തിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് BVR മിസൈലാണ്. ഇതിനെയാണ് പാകിസ്ഥാൻ പൂർണ്ണമായും ഇന്ത്യയുടെ കൈകളിലേക്ക് എടുത്തു കൊടുത്തത്. നമ്മുടെ കൈകളിൽ 3 മിസൈൽ അകപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തേത് ഇൻടാക്ട് തന്നെ ലഭിച്ചിട്ടുണ്ട്. താഴെ വീണാൽ ഒരു മിസൈലിന് എത്രത്തോളം കേടുപാടുകൾ സംഭവിക്കുമോ അതിൽ നിന്നും വളരെ കുറഞ്ഞ കേടുപാടോടുകൂടി അത്രത്തോളം പൂർണ്ണമായി തന്നെ ഒരു മിസൈൽ ലഭിച്ചിട്ടുണ്ട്. ബാക്കി 2 മിസൈൽസ് സീക്കർ, ബൂസ്റ്റർ, ഇതെല്ലാം പ്രത്യേകം പാർട്സായി ലഭിച്ചിട്ടുണ്ട്. ആ മിസൈൽ പൂർണ്ണമായും പൊട്ടിത്തെറിച്ചിട്ടില്ല. സ്ഫോടനം പരാജയപ്പെട്ടതിനാൽ ഇങ്ങനെയുള്ള സ്പെയർസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ 5 ഐസ് രാജ്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. US, UK, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലാൻഡ്. ഈ 5 രാജ്യങ്ങൾ ഇവർ ഒരു സിഗ്നൽ ഇന്റലിജൻസ് ഷെയറിംഗ് യൂണിറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ 5 പേരും അവർക്ക് ലഭിക്കുന്ന സ്പൈ ഇന്റലിജൻസും അവർക്ക് ലഭിക്കുന്ന സിഗ്നൽ ഇന്റലിജൻസ് എല്ലാം പരസ്പരം ഷെയർ ചെയ്യുന്ന രാജ്യങ്ങളാണ്. അമേരിക്കയും ഉൾക്കൊള്ളിച്ച ഈ ഒരു സംഘടന ഇന്ത്യയുടെ പക്കൽ ഇപ്പോൾ ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ഈ PL-15 മിസൈൽസിന് വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊടുത്തു. അതായത് നിങ്ങൾ പൂർണ്ണമായും ആ മിസൈലിനെ അനലൈസ് ചെയ്തു കൊള്ളുക. അനലൈസ് ചെയ്തതിനു ശേഷം ആ മിസൈലിനെ ഞങ്ങളുടെ പക്കൽ നൽകുക. കാരണം അവർക്ക് അതിൻ്റെ റഡാർ സീക്കർ ആവശ്യമാണ്. എങ്ങനെ ഈ മിസൈൽ ശത്രുക്കളുടെ വിമാനങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് അറിയണം. ഡേറ്റ ലിങ്ക് ബ്രേക്ക് ചെയ്യുന്നത് മറ്റൊരു കാര്യം. കാരണം ഈ PL-15 മിസൈൽസ് എന്നത് 2-വേ ഡേറ്റ ലിങ്ക് ഉള്ളതാണ്. അതായത് 2 വശങ്ങളിലേക്കും ഇതിന് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് അതിൻ്റെ ആ ഒരു പാത ഗൈഡൻസ് ചെയ്യാൻ സാധിക്കും, മാറ്റാൻ സാധിക്കും. അപ്പോൾ ആ ഡേറ്റ ലിങ്ക് ബ്രേക്ക് ചെയ്യുന്നതിനേക്കാളും ഞങ്ങൾക്ക് അതിൻ്റെ സീക്കർ എങ്ങനെ വർക്കാകുന്നു അതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സീക്കർ ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു പ്രശ്നം വന്നതുപോലെ നാളെ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു പ്രശ്നം വന്നാൽ J-20 മുതൽ ഈ ഒരു മിസൈലായിരിക്കും പ്രധാനമായും പ്രൈമറി ഉപയോഗിക്കുന്നത്, എയർ ടു എയർ മിസൈൽ കാറ്റഗറിയിൽ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അമേരിക്കൻ വിമാനങ്ങൾക്കെതിരെ ഇത് എങ്ങനെ ടാർഗറ്റ് ഇൻപുട്ട് എടുക്കും, അതിനനുസരിച്ചതുപോലെ എങ്ങനെ നമുക്ക് കൗണ്ടർ മെഷേഴ്സ് നിർമ്മിക്കാം എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ് അമേരിക്ക ഇങ്ങനെ ഒരു റിക്വസ്റ്റ് നടത്തിയത്. ഇങ്ങനൊരു സംഭവം നടന്നു. അടുത്ത് തൈവാൻ ചെയ്തത് ഇതിനും ഒരുപടി മുകളിലേക്ക് ചെന്നിട്ട് എന്ത് ടെക്നോളജി വേണമെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് ഈ PL-15 ടെക്നിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം ഷെയർ ചെയ്താൽ മതി. അങ്ങനെ ഷെയർ ചെയ്താൽ ഏത് രീതിയിൽ വേണമെങ്കിലും തായ്വാൻ ഇന്ത്യയെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് ഒരു വലിയ ഓഫർ നൽകിയിട്ടുണ്ട്. തായ്വാനെ സംബന്ധിച്ചിടത്തോളം സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചർ ചെയ്യുന്നതിലും ഈ ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്നതിലും നമ്പർ 1 സ്റ്റേജിലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ വളർന്നു വരുന്ന ഇന്ത്യയും തായ്വാനും തമ്മിൽ ഒരു കരാറുണ്ടാക്കി ഈ മിസൈൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഷെയറും ചെയ്താൽ
തായ്വാനും ഇന്ത്യക്കും ഇടയിൽ ഒരു വലിയ ഡിഫൻസ് ടൈസ് തന്നെ ഉണ്ടാകും. അപ്പോൾ വരും ദിവസങ്ങൾ തീർച്ചയായും വളരെ രസകരമായ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. പാകിസ്ഥാനെ വിശ്വസിച്ച് ചൈന ഒരു മിസൈൽ നൽകിയപ്പോൾ പാകിസ്ഥാന് ചെയ്യാൻ കഴിയുന്നതെല്ലാം തിരിച്ചവർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ മിസൈലിനെ അതേപടി തൂക്കി ചൈനയുടെ ഒരു ബ്രഹ്മാസ്ത്രത്തെ തന്നെ തൂക്കി അതുപോലെ ഇന്ത്യയുടെ കൈകളിലേക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഡിഫൻസ് ഡീലൊക്കെ വയ്ക്കുന്നതിന് മുൻപ് അതിലുള്ള ചില കോൺസിക്വൻസസ് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഏതൊരു രാജ്യവും അത്ര പെട്ടെന്നൊന്നും ഒരു രാജ്യവുമായി ഡിഫൻസ് ഡീലൊന്നും കരാർ വയ്ക്കാത്തത്. പണം വരുന്നതും പോകുന്നതും നമുക്ക് മറ്റൊരു കാര്യം. പക്ഷെ പണം വന്നാലും ഇങ്ങനെയുള്ള ടെക്നോളജീസ് ഒന്നും പുറത്തു പോകാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കും. പക്ഷെ ഇവിടെ പാകിസ്ഥാൻ ചൈനയെ വിശ്വസിച്ചു, ചൈന പാകിസ്ഥാനെ വിശ്വസിച്ചു. അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ളതും നമുക്കറിയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.